ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 400 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നായ രാജസ്ഥാനിലെ ജോധ്പൂരിലെ മെഹ്റാൻഗഡ് എന്ന സൂര്യകൊട്ടാരം. നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കഥകൾ ഉറങ്ങുന്ന അതിഗംഭീരമായ കോട്ട. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന സംഗീത സാന്ദ്രമായ ഒരിടം കൂടിയാണ് ഈ കോട്ട. കോട്ടയിലെ മറ്റൊരു മനോഹരമായ മുറി തഖത് വിലാസ്. 1850കളിൽ ജോധ്പൂർ രാജാവായിരുന്ന തഖത് സിംഗ് ആണ് ഇത് പണി കഴിപ്പിച്ചത്. 6 വർഷം കൊണ്ടാണ് ഇത് പണി പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ മനോഹരമായ പെയിൻറ്റിങ്ങുകളും ബെൽജിയം ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ജനൽപ്പാളികളും മനോഹരമായ ഫ്ലോറുമെല്ലാം ഏറെ ആകർഷകമാണ്. ആനക്കൊമ്പിൽ തീർത്ത വാതിലുകൾ. ഈ കാണുന്നതാണ് ജാൻകി മഹൽ. വിലപിടിപ്പുള്ളതും മനോഹരവുമായ ധാരാളം തൊട്ടിലുകൾ നമുക്കിവിടെ കാണാം. രാജകൊട്ടാരത്തിൽ കുട്ടികൾ ജനിക്കുമ്പോൾ രാജാവ് അവർക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ അതിമനോഹരമായ തൊട്ടിലുകൾ. കൊട്ടാരത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അതിസുന്ദരമായ വ്യത്യസ്ത രീതിയിലുള്ള തൊട്ടിലുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കോട്ടയിലെ ഏറ്റവും ആകർഷകമായ കാഴ്ചകളാണ് ഇതെല്ലാം. കൂട്ടത്തിൽ ഇപ്പോഴത്തെ നിലവിലുള്ള രാജാവായ ഗത് സിംഗിൻ്റെ ജനന സമയത്ത് സർക്കാർ രാജകുടുംബത്തിന് സമ്മാനമായി നൽകിയ മനോഹരമായ തൊട്ടിലാണ് ഈ കാണുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര കണ്ടാലും തീരാത്ത കാഴ്ചകൾ. ജാൻകി മഹലിലെ അതിസുന്ദരമായ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ഇനിയും എത്തിച്ചേരുന്നത് ഹോളി ചൗക്ക് എന്ന കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗത്താണ്. ഇനി നമുക്ക് ഹോളി ചൗക്കിലെ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് ഹോളി ചൗക്ക്. പേരിൽ നിന്ന് തന്നെ നമുക്ക് ഹോളി ചൗക്കിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാം. നിറങ്ങളുടെ ഉത്സവമായ ഹോളി ദിനത്തിൽ രാജാവും റാണിയും ഒരുമിച്ച് ഹോളി ആഘോഷിച്ചിരുന്നത് ഇവിടെയായിരുന്നു. മാർബിൾ വിരിച്ച തറയും ചുമരിലെ മനോഹരമായ കൊത്തുപണികളും ഹോളി ചൗക്കിനെ ഏറെ ആകർഷകമാക്കുന്നു. കോട്ടയിലെ മറ്റൊരു മനോഹരമായ മുറിയാണ് മോത്തി മഹൽ. ഇതിന് മറ്റൊരു പേരുണ്ട്, പാലസ് ഓഫ് ഫ്ലവേഴ്സ്. രാജാവും മന്ത്രിമാരും ദൈനംദിന കൂടിക്കാഴ്ചകൾ നടത്തുന്നത് ഇവിടെ വെച്ചിട്ടാണ്. സെൻട്രൽ കാണുന്നതാണ് രാജാവിൻ്റെ ഇരിപ്പിടം. ചുറ്റും 7 മന്ത്രിമാർക്കുള്ള പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടങ്ങളാണ് ഈ തറയിൽ കാണുന്നത്. കോട്ടയിലെ ഈ മുറി ദിവാന ഹാഷി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിശിഷ്ട വ്യക്തികൾ വരുമ്പോഴും അവരെ തറയിലുള്ള ഈ ഇരിപ്പിടത്തിലാണ് ഇരുത്തിയിരുന്നത്. ചുമരുകളിൽ ആർച്ച് രൂപത്തിലുള്ള 5 വാതിലുകളും അതിൻ്റെ പിന്നിൽ ജാളികളും കാണാം. ഈ ജാളികൾക്ക് പിന്നിലിരുന്നാണ് രാജ്ഞി രാജാവിൻ്റെ മീറ്റിംഗ് ശ്രദ്ധിച്ചിരുന്നത്. കൊട്ടാരം കണ്ടും കേട്ടും വീഡിയോ എടുത്തും ഒക്കെ മടുത്ത് സത്യം പറയണേ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഏകദേശം എല്ലായിടും കണ്ടു കഴിഞ്ഞു. അങ്ങനെ പുറത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഞങ്ങളുടെ ടീമൊക്കെ റെഡിയാണ്. ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡൊക്കെ ഉണ്ട്. കുറച്ച് ടയർഡൊക്കെ ആയി. ഒരുപാട് സ്ഥലം ചുറ്റും കാണാനുണ്ടായിരുന്നു. കൊട്ടാരത്തിലെ ലേഡീസ് റൂമിൻ്റെ പാർട്ടാണിത്. നമുക്ക് ലേഡീസ് റൂമൊക്കെ ഒന്ന് കാണാം. വനിതകൾ മാത്രം താമസിച്ചിരുന്ന ഭാഗമാണിത്. ഇവിടെ റാണിമാരും കുട്ടികളും തോഴിമാരും മാത്രമാണ് താമസിച്ചിരുന്നത്.
രാജാക്കന്മാരുടെ ശവകുടീരമാണ് ഈ കാണുന്നത്. Jaswant Singh came Sardar Singh, then Sumer Singh, then Umed Singh, then Hanwant Singh. Rest 4 Maharajas are backside same like this one. But the bigger one represent to all those Maharajas who were before Jaswant Singh. ഇവിടുത്തെ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണ് ഗൈഡ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. സഞ്ചാരികളുടെ മഹാപ്രവാഹമാണ് ഈ കോട്ടയിലേക്ക്. മെഹ്റാൻഗഡ് കോട്ടയിലെ കാഴ്ചകളെല്ലാം നിങ്ങളും ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്. വീണ്ടും രാജസ്ഥാനിലെ മനോഹര കാഴ്ചകളുമായി എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.